ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്രീസ് വ്ലോഗ്സ്. ഞാൻ ശ്രീകല. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു അളവെടുക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് ഇത്. ഈ ബ്ലൗസ് വെച്ചാണ് നമ്മൾ അളവെടുത്തേക്കുന്നത്. അളവെടുത്തതിൻ്റെ അളവുകളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഈ അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. തൊണ്ടയ്ക്കൊരു ഓഫ് ഇല്ല. അങ്ങനെ അളവൊക്കെ എടുത്ത് വെച്ചിട്ട് റെഡിയായിട്ട് നിൽക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കറുത്ത തുണിയിലാണ് ഇന്ന് വെട്ടാൻ പോകുന്നത്. ഇത് 80 പറഞ്ഞ് വാങ്ങിച്ച അഷ്ടി കഷ്ടി 77 ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് കൈ ആണ്, കൈയുടെ അളവ്. അപ്പോൾ നമ്മുടെ ഈ ഓപ്പണിംഗ് സൈഡ് ഉണ്ടല്ലോ, ഓപ്പണിംഗ് സൈഡിനെ ഇങ്ങനെ രണ്ടായിട്ട് ഇതങ്ങോട്ട് മടക്കണം. തുണിയെ ഇങ്ങനെ മടക്കിയിട്ട് ഈ ഓപ്പണിംഗ് സൈഡ് ഓപ്പോസിറ്റ് വരുന്ന കണക്ക്, ക്ലോസിങ് സൈഡ് നമ്മുടെ സൈഡ് വരണം. ഇതങ്ങോട്ടും ഇതിങ്ങോട്ടും വന്നിട്ട് ഇതാണ് നമ്മൾ കൈക്ക് വെട്ടാൻ പോകുന്നത്. അപ്പോൾ കൈയുടെ ഉയരം പറഞ്ഞേക്കുന്നത് 7 പറഞ്ഞേക്കുന്നത്. സാധാ ബ്ലൗസ് ആയതുകൊണ്ട് നമുക്ക് 1.5 എക്സ്ട്രാ കൊടുത്ത് 7 + 1 8.5 എടുത്തിട്ട് ഈ സൈഡ് 8.5 നമ്മൾ മാർക്ക് ചെയ്യണം. കാണാമോ മാർക്കിങ്? ഒരു സെക്കൻഡ്. ഇവിടെ 8.5 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതേപോലെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് 8.5 മാർക്ക് ചെയ്യണം. 8.5 ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഈ 3 ഉണ്ടല്ലോ, ഈ 3 അളവ് വെച്ച് പിന്നെ ഒരു കോഡും കൂടെ ഒരു കട്ട് പോയിൻ്റ് ചെയ്യണം, ഒരു വരയിടണം. തമിഴിലങ്ങ് വരുക. ഇതെല്ലാം ഇത്ര ആക്കി വെച്ചിട്ട് നമ്മൾ അളവ് ബ്ലൗസ് ഉണ്ടല്ലോ, അളവ് ബ്ലൗസ് എടുത്തിട്ട് ഒരു കൈ, ഏത് കൈയാണെങ്കിലും ഓക്കെ, ഇതിങ്ങനെ വെച്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഈ മാർക്കിങ്ങിൻ്റെ അവിടെ ഈ ജോയിൻ്റ് വരണം. ഇത് വച്ചിട്ട് ഇതിനെ ഒന്ന് നല്ല അടിപൊളി നീറ്റാക്കിയിട്ട് ഈ അടിയിലൂടെ തയ്യലുണ്ടല്ലേ, ആ തയ്യൽ ഇങ്ങനെ പൊക്കി നോക്കിയിട്ട് നമ്മൾ ഈ ഇത് മാർക്ക് ചെയ്യണം. കണ്ട? എന്നിട്ട് ഈ മാർക്കിംഗ് എല്ലാം കൂടെ നമുക്ക് ജോയിൻ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ സ്ലീവ്. എന്നിട്ട് ഇവനെ ഉടനെ അങ്ങ് വെട്ടിയെടുത്ത് മാറ്റുക. വെട്ടിയെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഇവനൊരു കട്ട് മാർക്ക് കൂടെ കൊടുത്തേക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ കൈ ഇവിടെ പരിപാടി കഴിഞ്ഞ് കൈയിനെ ഒതുക്കി അങ്ങോട്ട് വച്ചേക്കുക. വച്ചിട്ട് അടുത്ത് ബോഡി പീസ് വെട്ടാം. ഇതുപോലിരിക്കുന്ന തുണിയെ ഇതുപോലെ അങ്ങ് തിരിച്ചിടണം. ഈ ഒരു സൈഡ് നമ്മൾ കൈ വെട്ടി, ഈ അടുത്ത സൈഡ്, അതായത് ഓപ്പണിംഗ് സൈഡ് അങ്ങോട്ട് കിടക്കണം, ക്ലോസിങ് സൈഡ് വേണം നമ്മുടെ അടുത്ത് നിൽക്കാനുള്ളത്. എടുത്തിട്ട് ഇനിയിപ്പം നമുക്കൊന്ന് അളവിൽ ഉയരം വന്ന് 15 നമ്മൾ എടുത്ത് വച്ചേക്കുന്നത്. അപ്പം നമ്മളിവിടെ 15 വെച്ച് മാർക്ക് ചെയ്യണം. മാർക്കിങ് കാണാമോ? കാണുന്നില്ല. ചെറുതാക്കട്ടോ, നോർമലിൽ ഇരുന്നോട്ട്. ഇതാണ് 15 മാർക്ക് ചെയ്തത്. 15 മാർക്ക് ചെയ്തിട്ട് നമ്മുടെ കഴുത്തിൻ്റെ അകലം എത്രയെന്ന് വെച്ചാൽ അത് ഇവിടോട്ടങ്ങ് മാർക്ക് ചെയ്യണം. കഴുത്തിൻ്റെ അകലം നമുക്ക് 2.4. അടുത്ത് ഷോൾഡർ എത്ര ഉണ്ടായിരുന്നു? 3. ഈ ഷോൾഡറൂടെ ചേർത്തങ്ങ് മാർക്ക് ചെയ്തിട്ട് ഇതിനി നമ്മൾ അങ്ങോട്ട് ആം ഹോള്. അപ്പോൾ ഇത് ഇത്രയും ചെയ്തിട്ട് ഇനി നമുക്ക് പുറവശത്തെ കഴുത്തിൻ്റെ ഉയരം കൂടെ എടുത്തിട്ട് അങ്ങോട്ട് പോകാം കേട്ടോ. പുറവശത്തിൻ്റെ കഴുത്തിൻ്റെ ഉയരം 7. അപ്പോൾ ഇവിടെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ 7 വയ്ക്കാൻ. ഉണ്ടോ? ഇനി നമുക്ക് ചുറ്റളവ് എത്രയാണെന്ന് നോക്കാം. ചുറ്റളവ് വന്നേക്കുന്നത് 10.5. അപ്പോൾ ഈ 7 ഇവിടെ മാർക്ക് ചെയ്തില്ല, അത് വെച്ച് നമുക്ക് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ സ്കെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കവിടെ 10.5 മാർക്ക് ചെയ്യാം. 10.5 മാർക്ക് ചെയ്ത് ഇനി ആം ഹോൾ എടുക്കണം. ആം ഹോൾ എത്ര വന്നിട്ടുണ്ട് ഇതിൽ? 4.5 വന്ന് ഈ ഇവിടുന്ന് താഴേക്ക് നമ്മൾ 4.5 മാർക്ക് ചെയ്യണം. ഒരു ബോക്സ് ഉണ്ടോ? ഇവിടെ 10.5 ഉണ്ടല്ലോ. 10.5 ഇവിടെ ഒന്ന് ജോയിൻ്റ് ചെയ്തിട്ട് നമുക്ക് ശകലം മേലോട്ട് വേണ്ടി വരുന്നല്ലോ. അപ്പോൾ ഈ ബോക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ 1.5 കണക്ക് വയ്ക്കുന്നത് വെച്ച് ഇവിടെ ഒരു കർവ് ഒരുപാട് അങ്ങ് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുറവശത്ത് ചുരുക്കം വരും. ഇനി ഇതിവിടെ നമ്മൾ റൗണ്ട് നെക്കാണ്.
അപ്പോൾ റൗണ്ട് നെക്ക് നമ്മുടെ അളവ് ബ്ലൗസിൽ നല്ല നെക്ക് നല്ല സൂപ്പറായിട്ടായതുകൊണ്ട് നമുക്ക് അളവ് ബ്ലൗസ് വെച്ച് തന്നെ അങ്ങ് നെക്ക് ചെയ്യാം. ഇതിവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ മേലൂടെ ലൈറ്റായിട്ട് വച്ചിട്ട് മാർക്കിങ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ അതതുപോലെ അങ്ങ് വിട്ടുതരാം, കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ ബാക്ക് പീസ് ഓക്കെ. അപ്പോൾ ഇതിനെ അങ്ങ് വെട്ടാം. അപ്പോൾ ബാക്ക് ഓക്കെ, ബാക്ക് എടുത്തിട്ട് ഇങ്ങനെല്ലായിരുന്നു നമ്മൾ ബാക്കിന് വെച്ചിരുന്നത്. അപ്പോൾ ഈ ഓപ്പണിങ് സൈഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഭാഗത്ത് വരുന്ന കണക്ക് പിന്നെയും തിരിക്കണം. ഇപ്പോൾ ഓപ്പണിങ് നമ്മുടെ ഭാഗത്തും ക്ലോസിങ് അങ്ങ് പോയിട്ടുണ്ട്. എന്നിട്ട് ഈ നമ്മൾ ബാക്ക് വെട്ടിയല്ലോ, ബാക്ക് വെട്ടിയതിനെ ഇതുപോലെ ഒന്ന് ഇട്ട്, അപ്പോൾ നമുക്ക് ഇച്ചിരി ഈസി ആയിട്ട് പെട്ടെന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മുടെ ഈ കഴുത്തകല 2.25 ചെക്ക് മാർക്ക് ചെയ്യണം. ഷോൾഡർ 2.5, 3. പിന്നെ നമ്മൾ ഈ ആം ഹോളിൻ്റെ അവിടെ മാർക്കിങ് കൊടുത്തിട്ട് പോകാമേ. ഇത് സൈഡ്, ഇനി ഇതിനെടുത്തങ്ങ് മാറ്റണം. അപ്പോൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാം. ഇതാണ് നമുക്ക് ആം ഹോൾ കിട്ടിയേക്കുന്നത്. ഇതവിടെ ഇരിക്കട്ടെ. ഇത് ജോയിൻറ്റ്. നമുക്ക് മുൻകഴുത്തിൻ്റെ ഉയരം എത്രയാണെന്ന് നോക്കാം. മുൻകഴുത്തിൻ്റെ ഉയരം 5.25 വന്നിട്ടുണ്ട്. ഇവിടെ 4 ഇഞ്ച് വിട്ടിട്ടാണ് 5.25 എടുക്കുന്നത്. 5.25 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്ത് കാണാമോ? കാണാം. ഇനി ഇവിടുന്ന് നമ്മൾ ആദ്യം എടുത്ത ഫസ്റ്റ് ഡോട്ട് പിടിക്കുന്നുണ്ടല്ലോ, അത് നമുക്ക് 5.25, ഭയങ്കര നീളമുണ്ടല്ലേ, 5.25 വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് ഫ്രണ്ടിൽ കറക്റ്റ് സെൻറ്ററിൽ വയ്ക്കണം. ഈ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് വേണം എടുക്കാൻ. നമ്മൾ അളവെടുത്തതും ഷോൾഡറിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട്. അപ്പോൾ നമുക്കിത് 12 വരുന്നുണ്ട്, 12. പിന്നെ ഈ സൈഡ് വരുന്നത് 6.25. അപ്പോൾ നമ്മളിവിടെ 6.25 കൂടെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. അപ്പോൾ ഈ 3 പോയിൻ്റ് കാണാൻ പറ്റുന്നുണ്ടോ? ഇനി 3 പോയിൻറ്റും ചേർത്തൊന്ന് ഒരു കർവ് ഷേപ്പിന്. ചിലരൊക്കെ ചെയ്യുമ്പം ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. പക്ഷേ എനിക്ക് അത് വരത്തില്ല, ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. ഇനി ഇത് നമ്മൾ ഫ്രണ്ട് കഴുത്ത് അളവെടുത്തിട്ടില്ല. ഫ്രണ്ട് കഴുത്ത് കറക്റ്റായിട്ട് അളവെടുക്കുക. ഫ്രണ്ട് നെക്ക് വെച്ചങ്ങ് അളവെടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഫ്രണ്ട് നെക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് വച്ചിട്ട് ഒരു ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്. ഓക്കെ. ഇനി ഇത് നമുക്ക് ബാക്കിൻ്റെ പീസ് വെച്ചാണ് നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്തേക്കുന്നത്. ഇതിങ്ങനെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രണ്ടിൽ ലൂസ് വരും. അതുകൊണ്ട് നമ്മളിതിനെ കുറച്ച് കുഴിച്ച് വെട്ടണം. കുഴിച്ച് വെട്ടുമ്പോൾ ഇതിനെ കുറച്ച് അകത്തോട്ട് കയറിപ്പോവും. ഇത് അകത്തോട്ട് കയറി ഇതും ഇച്ചിരി ഉള്ളിലോട്ട് വരും. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്കിതിനെ വെട്ടി മാറ്റാം. എന്നെ കൊണ്ടാവുന്ന വിധം ഈസി ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. മനസ്സിലായില്ല, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞുതരാം. തുണി കുറച്ച് കുറവാണ് ഈ ഇത്. അതുകൊണ്ട് ഇനി അങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. ശരി, നോക്കാം. ഫ്രണ്ടും ബാക്കും കയ്യും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അരീന്ദ്രനെയും ചന്ദ്രനെയും വഹിക്കേണ്ടെന്ന് കാര്യമില്ല. പേടിക്കുകയേ വേണ്ട ഒരുത്തരെ. ശരി, ബാക്ക് ഫ്രണ്ട് സ്ലീവ് ഇത്രയായിട്ടുണ്ട്. നമുക്കിനി പടിക്കുള്ള പീസ് ഇതിൽ കിട്ടാൻ ചാൻസേ ഇല്ല. ഇത് നമുക്ക് തയ്ക്കാനെടുക്കാം. പടിയുടെ നീളം എത്ര നോക്കട്ടെ, ഇതിനകത്ത് കിട്ടുമെന്ന് സംശയമാണ്. പടി ഇവിടെ പറഞ്ഞേക്കുന്നത് 9.
ഇതിനകത്ത് അടിക്കാം. 9 4 ഇവിടെ കിട്ടൂടെ? സൂപ്പറായിട്ട് കിട്ടും. ഇവിടെ 9 വരുന്ന കണക്ക് നമുക്ക് ചെയ്യാമേ. കാര്യം ഈ തുണി നമുക്ക് ഉപയോഗമുള്ളതാണ്. അപ്പോൾ ഇതാണ് 9. നമ്മുടെ 9 ഇവിടെ നിൽക്കും, ഈ രണ്ടിടത്ത്. എന്നിട്ട് പടിയുടെ ഫസ്റ്റ് നമ്മൾ ഈ സൈഡ് എടുത്തല്ലേ, അത് 3.25 ഉയരം, പടിയുടെ ഉയരം 3.25. പിന്നെ ഡാട്ട് പിടിക്കുന്ന സ്ഥലത്ത് 3.5 വരുന്നുണ്ട്. 3.5. പിന്നെ അവസാനം 3.25. അത് ചെയ്ത് ഇനി നമ്മളിതെല്ലാം കൂടെ അങ്ങ് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തിട്ട് ഇവനെ അങ്ങ് കട്ട് എടുത്തിട്ട് ഇതെല്ലാം നമ്മുടെ 3.25 ചെയ്തിട്ട് ഇവിടെ ഒരു കട്ട് മാർക്ക് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇത് ബട്ടൺ ഹൂക്ക് വരുന്നിട ഇത് ജോയിൻ ചെയ്യുന്നിട ഇത്രയും വരും. അപ്പോൾ നമ്മുടെ ഇനി ഈ ഇരിക്കുന്ന പീസിനകത്ത് നമുക്ക് ഇതിന് ഫ്രണ്ടിൻ്റെ പടി, 2 സൈഡിലുള്ള ഹൂക്ക് പടി, വി പടിക്കും വേണം. പിന്നെ വേറെ എന്നാ വേണം? ക്രോസ് പീസ്. അതിനാണ് ഇവനെ നമ്മൾ സൂക്ഷിച്ച് വയ്ക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. കട്ടിങ് വീഡിയോ സൂപ്പറായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാകാത്തവർ ഡൗട്ട് കേൾക്കുക, പറഞ്ഞു തരാം. ഓക്കെ, അപ്പം സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ട്, ഉടനെ ഇടുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ, ബൈ, സീ യു. താങ്ക് യു ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.